ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ് ശശിധരൻ. എല്ലാവർക്കും ടെക് കോർണർ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു 99% ആളുകൾക്കും അറിയാത്തതോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധാരണയിലോ ഇരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ഒരു AC, നിങ്ങളുടെ വീട്ടിലൊരു AC വച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ AC വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റൂം കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ എന്തെങ്കിലും എയർ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക, കംപ്ലീറ്റ്ലി അതൊരു എയർ ടൈറ്റ് ആക്കി മാറ്റുക എന്ന് തന്നെയാണ്. അതുമൂലം നിങ്ങൾക്കറിയാം വൈദ്യുതി ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ വലിയൊരു ആപത്ത് നിങ്ങൾ മറക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലാതെ പോവുകയാണ്. അപ്പോൾ ആ ഒരു ആപത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് ഒരു റൂമിനെ അടച്ചു വെച്ച് AC ഉപയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ആപത്ത്, അത് നിങ്ങളുടെ ജീവന് വരെ വലിയൊരു ആപത്തായിട്ട് മാറുന്ന സാഹചര്യം വരെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്ന് 100% വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ലോജിക്കുണ്ട് അല്ലെങ്കിൽ ഇതിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുകയുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എവിടെ പഠിക്കാൻ പറ്റും, നിങ്ങൾ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ച് മെയിൽസും കമൻസായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലായി. അപ്പം അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. ഞാനൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതാണ്. വൺസ് നമ്മുടെ സിലബസ് ആൻഡ് ഇതിൽ ഫൈനലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെയിൽ ആൻഡ് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ പറ്റി നല്ലൊരു അറിവ് നേടാൻ നിങ്ങൾക്ക് സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പോൾ ഇനി കണ്ടൻറ്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് AC ഒരു റൂമിൽ ഉപയോഗിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ആവാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് എല്ലാവരും വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ AC ഒരു കംപ്ലീറ്റ്ലി റൂം എയർ ടൈറ്റ് ആണെങ്കിലെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അത് കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ട് റൂം വെച്ച് കഴിഞ്ഞാൽ AC പെട്ടെന്ന് ആ റൂം കൂളാക്കുകയും അതിന് കൂളിംഗ് നഷ്ടപ്പെടാതിരിക്കുന്നത് പോലും തന്നെ AC കുറേ നേരം ഐഡിയൽ മോഡിലേക്ക് പോവുകയും, അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ട് ലാഭിക്കാം. അതല്ല നമ്മൾ റൂം ഐസൊലേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ AC കണ്ടിന്യൂസ്ലി വർക്ക് ആവുകയും അതുമൂലം നമുക്ക് അധിക വൈദ്യുതി നൽകേണ്ടിയും വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം പറയുന്നതെങ്കിൽ പോലും അതുമൂലം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് ആപത്ത് വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം AC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒരു ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിക്ക് ആവാം ഇതിലെ പ്രശ്നം എന്താണ് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം ഞാൻ എന്തുകൊണ്ടാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള റൂമിൽ AC വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം ഒരു AC പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് തന്നെ. നമുക്കറിയാം ഒരു AC എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ്, പ്രത്യേകിച്ച് സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കൂടുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് ACകളാണ്. അതിലൊരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും, ഒരു ഇൻഡോർ യൂണിറ്റ് ഉണ്ടാവും. ഔട്ട്ഡോർ യൂണിറ്റ് നിങ്ങൾക്കറിയാം റെക്ടാങ്കുലർ ബോക്സും, ഇൻഡോർ യൂണിറ്റ് നിങ്ങൾക്കറിയാം ഒരു നമ്മൾ ഭിത്തിയിൽ വെക്കുന്ന ഒരു സാധനവും. അപ്പം ഈ ഇൻഡോർ യൂണിറ്റിൽ നമുക്കറിയാം കാറ്റ് പുറത്തോട്ട് തരുന്നുണ്ട്, അതുപോലെ തന്നെ അകത്തോട്ടും വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ AC വെച്ച് കഴിയുമ്പോൾ, എയർ ടൈറ്റ് ആയിട്ടുള്ള റൂമാണെന്ന് എന്ത് റൂമാണെങ്കിലും AC വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ റൂമിലുള്ള ചൂട് കാറ്റിനെ ACയുടെ ഇൻഡോർ യൂണിറ്റ് അകത്തേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ACയുടെ ഇൻഡോർ യൂണിറ്റ് അകത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം ACക്കകത്ത് ഒരു റെഫ്രിജറൻ്റ് അല്ലെങ്കിൽ കൂളൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലാണ് ഇരിക്കുക. അപ്പം ഈ കൂളൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹൈ പ്രഷറിൽ ഇത് നല്ല തണുപ്പിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഈ തണുത്ത കൂളൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു റെഫ്രിജറൻറ്റിനെ അകത്തേക്ക് നമ്മുടെ കോപ്പർ ട്യൂബ് വഴിയൊക്കെ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് ACയുടെ ഇൻഡോർ യൂണിറ്റിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ചൂട് കാറ്റിനെ ഇത് വലിച്ചെടുക്കുകയും അപ്പോൾ അതിൻ്റെ ആ ഏരിയയിലൂടെയാണ് നമ്മുടെ ഈ കൂളൻ്റും കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, തണുത്ത കൂളൻ്റ്. അപ്പോൾ ഈ തണുത്ത കൂളൻ്റ് എന്ത് ചെയ്യും, ആ ചൂട് കാറ്റിനെ അബ്സോർബ് ചെയ്ത് ആ ചൂട് കാറ്റ് അവിടത്തേക്ക് തണുപ്പായി മാറുകയും ചെയ്യും.
എന്നിട്ട് ആ ചൂട് ആ കൂളൻ്റ് ഏറ്റെടുത്തുകൊണ്ട് കൂളൻ്റ് തിരിച്ച് വീണ്ടും നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൽ എന്താ സംഭവിക്കുന്നത്? ആ ചൂട് കാറ്റ് വന്നതിനെ ഈ കൂളൻ്റ് തണുപ്പിക്കുകയും അവിടെ തണുത്ത കാറ്റിനെ തിരിച്ച് ബ്ലോവർ ഉപയോഗിച്ച് നമ്മുടെ റൂമിലേക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അകത്തെ റൂമിലെ കാറ്റ് തന്നെ ചൂട് കാറ്റിനെ അകത്തെടുത്ത് കൂളൻറ്റിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് അതിനെ തണുപ്പിച്ച് തിരിച്ച് റൂമിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയാണ് ഇൻഡോർ യൂണിറ്റ് ചെയ്യുന്നത്. അതേസമയം ഔട്ട്ഡോർ യൂണിറ്റ് എന്തോ ഈ ആദ്യമേ തണുത്ത ഇത് കൂളൻ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. തിരിച്ച് വരുന്ന ഈ ചൂട് കൂളൻറ്റിനെ വീണ്ടും കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഇതിൽ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ വീണ്ടും തണുപ്പിക്കുകയും ചെയ്യും. അവിടെ നമുക്കറിയാം ഒരു ഫാനിൻ്റെ സഹായമുണ്ട്. ആ ഫാനിൻ്റെ സഹായം കൂടെ കൂട്ടിക്കൊണ്ട് ഈ ഇതിൻ്റെ കൂളിംഗ് ഇത്തിരി ഒന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ താഴത്തേക്ക് ഈ ഒരു കൂളിനെ തണുപ്പിച്ച് വീണ്ടും ഇതിങ്ങനെ ഇൻഡോർ യൂണിറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു AC പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാം, ഇപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത റൂമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുന്നത് നമ്മുടെ റൂമിലുള്ള എയറിനെ തന്നെയാണ് ഇത് പിന്നെയും എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ റൂമിൽ നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളുകയുമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരുപാട് നേരമായി കഴിയുമ്പോൾ ആ റൂമിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം അത്ര നല്ല കാര്യമല്ല, നമുക്ക് ശ്വസിക്കാൻ പറ്റിയൊരു സാധനമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് തലവേദന, തലകറക്കം, ക്ഷീണം എന്നീ ഉള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരു ഇനിഷ്യലായിട്ട് നമുക്ക് ഇതൊക്കെ സംഭവിക്കാം. അതിനുശേഷം ഒരുപാട് നേരമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം തന്നെ നല്ല രീതിയിൽ ഡൗൺ ആവുകയും നമുക്ക് നല്ല രീതിയിൽ ശ്വാസം മുട്ടുകയും ഈവൻ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വളരെയധികം വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ടുള്ള റൂം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാര്യം. കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് AHU എന്ന് പറയുന്ന സംഭവമുണ്ട്, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന AC-കൾക്കൊന്നും AHU ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ AHU ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. AHU എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ റൂമിലെ കാറ്റിനെ എടുത്തു കൊടുക്കുകയും അതുകൂടാതെ പുറത്തെ കാറ്റിനെയും കൂടെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വീണ്ടും ഇത് റൂമിലേക്ക് അകത്തോട്ട് വിടുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അത് പുറത്തുനിന്ന് കുറച്ചുകൂടെ ഓക്സിജനുകൾ അകത്തോട്ട് കൊണ്ടുവരികയും ആ ഓക്സിജൻ ഇത് മിക്സ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൈമറ്റും ടെമ്പറേച്ചറും മാറുന്നു. അതുകൂടാതെ നമ്മുടെ ഒരു എയർ ലെവലും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് AHU എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ നമ്മുടെ AHU ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയിലെ ഒരു AC-കൾക്കും ഇൻബിൽഡായിട്ട് AHU ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അകത്തെ റൂമിലെ കാറ്റ് തന്നെയാണ് ഇത് പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ഓക്സിജൻ്റെ ഷോർട്ടേജുകൾ ഉണ്ടാകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറഞ്ഞത് നമ്മുടെ റൂം കംപ്ലീറ്റ്ലി ഒരു എയർ ടൈറ്റ് ആകാൻ പാടില്ല, പക്ഷേ ഇൻസുലേറ്റഡ് ആവാം. അതായത് ഭയങ്കരമായിട്ട് എയർ ലീക്കേജ് ഉണ്ടാകാൻ പാടില്ല, പക്ഷേ എങ്കിൽ പോലും പുറത്തേ നിന്നുള്ള എയർ അകത്തേക്ക് വരാനുള്ള രീതി നമ്മൾ കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി എയർ ടൈറ്റുള്ള റൂമിൽ AC വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അതുമൂലം ഉണ്ടാകുന്ന ഗുണവും പറഞ്ഞു, ദോഷവും പറഞ്ഞു. വൈദ്യുതിയുടെ ലാഭം ഉണ്ടാവും, അതേസമയം മറ്റേ അകത്തെ എയർ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് ദോഷവും ഉണ്ടാകും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. ഇനിയും ഇത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന AHU വെക്കുക എന്ന് പറയുന്നതാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. നമുക്കറിയാം നമ്മുടെ മാളിലോ ഇൻഡസ്ട്രീസിലോ ഓഫീസിലോ ഒക്കെ ആണെങ്കിൽ HVAC എന്ന് പറയുന്ന ഹീറ്റ് വെന്റിലേഷൻ എന്ന് പറയുന്ന HVACയുടെ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് AHU ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർ ക്വാളിറ്റിയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മൾ റെസിഡൻഷ്യലായിട്ട് വെക്കുന്ന AC-കളിലൊക്കെ AHU ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, അതായത് സെയിം എയർ തന്നെ യൂസ് ചെയ്ത് അവിടുത്തെ എയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ആവാതെ പോകുന്നത് ഒരു പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഒരു AC വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു അറിവായിരിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.